യുവാക്കളെ ദമ്പതിമാർ അതിക്രൂരമായി മർദ്ദിച്ച സംഭവം സമാനതകളില്ലാത്തതാണ്. ഓണം ആഘോഷിക്കാനെന്ന് പറഞ്ഞാണ് റാന്നി സ്വദേശിയെ വീട്ടിൽ വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിച്ചത്. 26 സ്റ്റേപ്ലർ പിന്നുകളാണ് യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചത്. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജയേഷ് മർദ്ദിക്കുന്നത് രശ്മിയാണ് ഫോണിൽ പകർത്തിയിരുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവിനും മർദ്ദനമേറ്റ വിവരം പുറത്തുവന്നത്. തിരുവോണ ദിവസമാണ് റാന്നി സ്വദേശിയായ യുവാവിനെ മുൻ സഹപ്രവർത്തകനായ ജയേഷ് ഫോണിൽ വിളിക്കുന്നത്. വൈകുന്നേരം ഒന്നിച്ചിരിക്കാമെന്നാണ് ജയേഷ് ഫോണിൽ പറഞ്ഞത്. വൈകിട്ട് 4 മണിയായപ്പോൾ ജയേഷിൻ്റെ വീട്ടിലെത്തിയെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. അവിടെ ജയേഷും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് സംസാരിച്ചിരിക്കുമ്പോൾ പെപ്പർ സ്പ്രേയും മറ്റെന്തോ സ്പ്രേയും മുഖത്തടിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഇതിൻ്റെ ആഘാതത്തിൽ ബോധം പോകുന്നത് പോലെയായി. അത് കഴിഞ്ഞ് കൈകൾ കൂട്ടിക്കെട്ടി. പിന്നെ തൂക്കി നിർത്തിയിട്ട് കാലുകളും കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടി. വീട്ടിലുണ്ടായിരുന്ന ഓരോ ആയുധങ്ങളും എടുത്തുകൊണ്ടുവന്ന് ആക്രമിച്ചു. രശ്മി ആയുധങ്ങൾ കൊണ്ടുവരും, ജയേഷ് അത് വെച്ച് ഇടിക്കും. ഇതെല്ലാം രശ്മി ഫോണിൽ റെക്കോർഡ് ചെയ്യും. മർദ്ദനം താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. നഖം പിഴുതെടുക്കാൻ നോക്കി. 5 വിരലിലും നഖത്തിനിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. ജനനേന്ദ്രിയം വലിച്ചുപിടിച്ച് മൊത്തം സ്റ്റാപ്ലർ പിന്നടിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതെല്ലാം നീക്കം ചെയ്തത്. 26 പിന്നുകളാണ് അടിച്ചത്. മർദ്ദനത്തിൽ നട്ടലിനും വാരിയലിനും പൊട്ടലുണ്ടായി. രശ്മിയുടെ ഫോണിൽ നിന്ന് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചു. അതിക്രൂരമായ മർദ്ദനമാണ് പ്രതികൾ നടത്തിയതെന്നും സാധാരണ മനോനിലയിലുള്ള ഒരാൾക്ക് കണ്ടു നിൽക്കാനാവാത്ത അത്ര ക്രൂരമായ പീഡനമാണെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. പരാതിക്കാരനായ റാന്നി സ്വദേശിക്ക് രശ്മിയുമായി അവിഹിതമുണ്ടായിരുന്നതായി ഭർത്താവ് ജയേഷ് സംശയിച്ചിരുന്നതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. രശ്മിയുടെ ദൃശ്യങ്ങൾ യുവാവിൻ്റെ ഫോണിലുണ്ടെന്നും ജയേഷ് സംശയിച്ചു. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിക്രൂര പീഡനം നടത്തിയത്. ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയും സൈക്കിൾ ചെയിൻ കയ്യിൽ ചുരുട്ടി നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തു. യുവാവ് അവശനായതിന് പിന്നാലെ സ്കൂട്ടറിൻ്റെ നടുവിലിരുത്തി കൊണ്ടുപോവുകയും ഇയാളെ റോഡിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു. മർദ്ദിച്ചതായി പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷം പോലീസിനോട് പറയേണ്ട കാര്യങ്ങളും ജയേഷ് യുവാവിനോട് വിശദീകരിച്ചു. യുവാവിൻ്റെ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായി പുറത്തു പറയണമെന്നാണ് ജയേഷ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു മൊഴിയാണ് യുവാവ് ആദ്യം പോലീസിന് നൽകിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിലൂടെ പോലീസ് ഈ കള്ളക്കഥ പൊളിക്കുകയായിരുന്നു. യുവാവിൻ്റെ കാമുകിയെ ജയേഷും രശ്മിയും നേരത്തെ കാണുകയും പോലീസ് വന്നാൽ ബന്ധുക്കൾ മർദ്ദിച്ചതായി പറയണമെന്ന് പറയുകയും ചെയ്തു. ഇതാണ് ദമ്പതിമാരെ കുരുക്കാൻ വഴിയൊരുക്കിയതെന്നാണ് വിവരം. മരിച്ചുപോയ ആരോ ദേഹത്ത് കയറിയതുപോലെയും മറ്റും മർദ്ദനത്തിനിടെ ഇവർ കാട്ടിയിരുന്നതായാണ് യുവാവിൻ്റെ മൊഴി. ആഭിചാരക്രിയകൾ പോലെ എന്തൊക്കെയോ ചെയ്തു. ദമ്പതിമാരുടെ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ യുവാവിനെയും സമാന രീതിയിലാണ് ദമ്പതിമാർ പീഡിപ്പിച്ചത്. രശ്മിയെ കാണാനായി തിരുവല്ലയിലെത്തിയ യുവാവിനെ ജയേഷാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മർദ്ദനത്തിൽ യുവാവിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതായും പറയുന്നു. യുവാക്കൾ രശ്മിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതായി അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഇതു കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ പണവും ഐഫോണും തട്ടിയെടുത്തുവെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വളരെ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.